ഹായ് ഡിയേഴ്സ്, അന്നുമൊറി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ വേളാങ്കണ്ണി ട്രിപ്പ്, നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടു കാണുന്നത് വേളാങ്കണ്ണിയിലോട്ട് നമ്മുടെ കോട്ടയത്ത് നിന്ന് അല്ല നമ്മുടെ കേരളത്തിൽ നിന്ന് എങ്ങനെ പോകാമെന്നുള്ളതാണ്. മെയിനായിട്ട് നമുക്ക് ബൈ എയർ ഉണ്ട്, പിന്നെ ട്രെയിൻ, പിന്നെ ആസ് യൂഷ്വൽ ബസ്സും സർവീസും ഉണ്ട്. ആദ്യം നമ്മുടെ ഫ്ലൈറ്റിനെ പറ്റി പറയാം. വേളാങ്കണ്ണി പള്ളിയുടെ നിയറസ്റ്റ് ആയിട്ടുള്ള എയർപോർട്ട് എന്ന് പറയുന്നത് തൃച്ചി അല്ലെങ്കിൽ ചെന്നൈയാണ്. ഇത് ഏകദേശം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. തൃച്ചി ഏകദേശം അടുത്താണെന്ന് പിന്നെയും പറയാം, പക്ഷേ ചെന്നൈ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം ഒരു ഫ്ലൈറ്റ് മാർഗം നമ്മൾ വേളാങ്കണ്ണി പോകുന്നവർക്ക് കംഫർട്ടബിൾ ആയിരിക്കില്ല. അപ്പോൾ അതാണ് ബൈ ഫ്ലൈറ്റ് ഒരു ഓപ്ഷൻ. തൃച്ചിയാണ് അടുത്ത എയർപോർട്ട്. പിന്നെ അത്യാവശ്യം എക്സ്പെൻസീവ് അല്ലേ. പിന്നെ രണ്ടാമത്തേതെന്ന് പറയുന്നത് ബസ് സർവീസ് നമ്മുടെ കേരളത്തിൽ നിന്ന് നേരിട്ട് ബസ് സർവീസ് ഉണ്ട്, ഡയറക്റ്റ് ബസ് സർവീസ് ഉണ്ട്. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്ത് നിന്നും വേളാങ്കണ്ണി വരെ ഡയറക്റ്റ് നമ്മുടെ ബസ് സർവീസ് ഉണ്ട്. നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ അതിന് KSRTC നടത്തുന്ന ബസ് സർവീസ് ഉണ്ട്. പിന്നെ ഈവൻ ചങ്ങനാശ്ശേരി നിന്നുണ്ട് ഡയറക്റ്റ് ബസ്. അതായത് കോട്ടയം, ഈ തിരുവല്ല, ചെങ്ങന്നൂർ ആ ഏരിയയിലൊക്കെ ഉള്ളവർക്ക് നമുക്ക് ചങ്ങനാശ്ശേരി നമ്മുടെ സ്റ്റാൻഡിൽ വന്നാൽ നമുക്ക് ഡയറക്റ്റ് ബസ് എടുത്തിട്ട് വേളാങ്കണ്ണിക്ക് പോകാം. പിന്നെ ഞാൻ റീസെൻ്റായിട്ട് പോയത് ട്രെയിൻ വഴിയാണ്. അപ്പം ട്രെയിനാണ് കൂടുതൽ നമ്മളൊരു കംഫർട്ടായിട്ടുള്ളൊരു ജേർണി എന്ന് നമ്മളിപ്പം പോകാൻ ആഗ്രഹിക്കുന്നത്. കംഫർട്ട് ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കംഫർട്ടായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ട്രെയിൻ സർവീസ് എടുക്കാം. രണ്ട് ടൈപ്പ് ട്രെയിൻ സർവീസ് ഇപ്പം ഡയറക്റ്റായിട്ട് വേളാങ്കണ്ണിയിൽ സർവീസ് നടത്തുന്നുണ്ട്. ഒന്ന് നമ്മുടെ എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ആലുവ അങ്കമാലി ആ റൂട്ടിൽ പോകുന്ന കാരക്കൽ എക്സ്പ്രസ്. രണ്ടാമത്തത് എറണാകുളം ജംഗ്ഷനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് കോട്ടയം വഴി പോകുന്ന വേളാങ്കണ്ണി എക്സ്പ്രസ്. ഈ രണ്ട് ട്രെയിനാണ് സദേൺ റെയിൽവേയുടെയാണ് ഇപ്പം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ. ഇതിൽ കാരക്കൽ എക്സ്പ്രസ് ഡെയിലി എറണാകുളത്ത് നിന്ന് പോകുന്ന ട്രെയിനാണ്. പക്ഷേ കോട്ടയം വഴിയുള്ള വേളാങ്കണ്ണി എക്സ്പ്രസ് ആഴ്ചയിൽ 2 തവണയുള്ളൂ. അതാണ് ഒരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ്സിനെ പറ്റി സംസാരിക്കാം. ഈ ട്രെയിനിൻ്റെ നമ്പർ തിങ്കൾ ശനി ദിവസങ്ങളിൽ, ആഴ്ചയിൽ 2 ദിവസമേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ. തിങ്കൾ ശനി ദിവസങ്ങളിൽ 16361 എന്ന ട്രെയിൻ നമ്പറും ഞായറാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും 16362 എന്ന ട്രെയിൻ നമ്പറുമാണ് സർവീസ് നടത്തുന്നത്. ഇത് സദേൺ റെയിൽവേയുടെയാണ്. എറണാകുളത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്തത് എറണാകുളം, കോട്ടയം, തിരുവല്ല, കൊല്ലം ജംഗ്ഷൻ, കൊട്ടാരക്കര, തെങ്കാശി റൂട്ടാണ്. സൂപ്പർ റൂട്ടാണ്. വിരുദുനഗർ, മനാമുതുരൈ, കാരക്കുടി, തിരുത്തുറൈപ്പൂണ്ടി, തിരുവാരൂർ, പിന്നെ നാഗപട്ടണം, വേളാങ്കണ്ണി. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു 31 സ്റ്റോപ്പോളം ഉണ്ട്. ഏകദേശം 690 കിലോമീറ്ററോളം ഉണ്ട്. പിന്നെ 16-17 മണിക്കൂറോളം ഇത് അത്രയും മണിക്കൂറുണ്ട് കേട്ടോ. വെളുപ്പിന് ഉച്ചയ്ക്ക് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എടുക്കുന്ന ഈ ട്രെയിൻ വെളുപ്പിനെ 5:15 ആകുമ്പോൾ, പിറ്റേ ദിവസം രാവിലെ 5:15 ആകുമ്പോഴത്തേക്കും വേളാങ്കണ്ണി എത്തും. 4:15-4:30 ആകുമ്പോൾ നാഗപട്ടണം എത്തും. അവിടെ കുറച്ച് നേരം പിടിച്ചിടും. പിന്നീട് 5:15 ആകുമ്പോൾ വേളാങ്കണ്ണി എത്തും. ഇതിൽ 3 ടയർ ഉണ്ട്, 2 ടയർ ഉണ്ട്, പിന്നെ സ്ലീപ്പർ ക്ലാസ് ഉണ്ട്, പിന്നെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. എറണാകുളത്ത് നിന്ന് ഈ ട്രെയിൻ എടുക്കുന്ന സമയം 1 മണിക്കാണ്. 1 മണിക്ക് എടുത്തിട്ട് 2 മണിയാകുമ്പം ഇവിടെ വരും, കോട്ടയം വരും. 5:15 ആകുമ്പം വേളാങ്കണ്ണിയിൽ എത്തിച്ചേരും. അവിടുന്ന് അന്ന് വൈകുന്നേരം 6:40 വേളാങ്കണ്ണിയിൽ നിന്ന് എടുത്ത ട്രെയിൻ 11:40 ആകുമ്പം, പിറ്റേ ദിവസം 11:40 ആകുമ്പം എറണാകുളത്ത് എത്തും. ഇതിൽ ടിക്കറ്റ് ചാർജിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് സ്ലീപ്പർ ക്ലാസ് ആകുമ്പം 335 മുതൽ 375 വരെയും, 3 ടയർ AC-ക്ക് 910 മുതൽ 1020 വരെയും, AC 2 ടയർ ആണെങ്കിൽ 1290 മുതൽ 1455 വരെയാണ് ഇതിൻ്റെ റേറ്റ്. ടിക്കറ്റ് ഇതിന് സീനിയർ സിറ്റിസണിന് ഏകദേശം 20% എങ്ങാണ്ട് ഇളവുണ്ട്. അത് ടിക്കറ്റ് റിസർവേഷൻ ഇളവുണ്ട്. അവർക്ക് എപ്പോഴും ടിക്കറ്റ് കിട്ടാറുണ്ട്. പിന്നീടുള്ളത് 1 മാസം മുമ്പ് അല്ലെങ്കിൽ ഒരു 2 ആഴ്ച 3 ആഴ്ച മുമ്പ് നമ്മൾ നോക്കിയാൽ നമുക്ക് IRCTC വഴി നോക്കിയാൽ ടിക്കറ്റ് കിട്ടുന്നതായിരിക്കും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഏകദേശം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 5:15 ആകുമ്പോൾ എത്തുന്ന ട്രെയിൻ, വേളാങ്കണ്ണിയിൽ എത്തുന്ന ട്രെയിന്, അവിടെ നിന്ന് ഓട്ടോ കിട്ടും. 5 മിനിറ്റ് 10 മിനിറ്റ് പോലും ഇല്ല നമുക്ക് വേളാങ്കണ്ണിപ്പടിയിലൂടെ എത്താനായിട്ട്. എല്ലാവർക്കും ഫാമിലി ആയിട്ടൊക്കെ പോകുന്നവർക്ക് ട്രെയിൻ പോകുന്നതായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക്